ജോൺ ബ്രിട്ടാസ്. ഡൽഹി നഗരം, ഡൽഹി പോലീസ് ഏറ്റെടുത്തിരിക്കുക അടിയന്തരാവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനയുമ്പോൾ അവർക്ക് കവചം സൃഷ്ടിക്കാൻ വേണ്ടി എംപിമാര് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. സമാധാനത്തിന്റെ സന്ദേശം പകരാൻ വേണ്ടിയാണ് എംപിമാര് ഡൽഹി പോലീസിന്റെ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് ഗാന്ധി സ്മൃതിയിലേക്ക് വന്ന് ജനഗണമന പാടി ഇത് ആലപിച്ചത്. ഇത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കുള്ള സന്ദേശമാണ്. മർക്കടമുഷ്ടിയല്ല വേണ്ടത്, മറിച്ച് ജനാധിപത്യത്തിന്റെ മാർഗമാണ് വേണ്ടത്. ഈ പ്രതിസന്ധിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതല്ലാതെ പാർലമെന്റിലെ നടപടികളോട് ഒരു തരത്തിലും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞു ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നു. എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കൂടുതൽ എംപിമാർ ഇവിടെ ആകെയുണ്ട്. ഇപ്പോൾ എംപിമാർ മടങ്ങുന്നുണ്ട് ഗാന്ധി സ്മൃതിയിൽ നിന്ന്. ഡൽഹിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ്. എംപിമാരുടെ ഓരോരുത്തരുടേതായി പ്രതികരണങ്ങൾ വരികയാണ്. ഗാന്ധിയാണ് മാർഗമെങ്കിൽ, അഹിംസയാണ് ആയുധമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആത്മധൈര്യം വലുതാണ് എന്നത് പ്രഖ്യാപിക്കുകയാണ്. എന്തിനാണ് ഗാന്ധി സ്മൃതിയിലേക്ക് വന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാക്കളെ സർക്കാർ തടയുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല അക്ഷരാർത്ഥത്തിൽ എന്നതാണ്. ഈ രാജ്യത്തിലെ എംപിമാർക്ക് ഗാന്ധി സ്മൃതിയിലേക്ക് വരാൻ കഴിയില്ലേ? നിങ്ങൾക്ക് കുട്ടികളെ പേടിയാണോ എന്ന് ചോദിക്കുന്നു ഈ രാജ്യത്തെ എംപിമാർ. അധികാരത്തിലിരിക്കുന്നവർക്ക് കുട്ടികളെ പേടിയാണോ എന്ന് ചോദിക്കുന്നു. നോബൽ മാരിക്കാരനുണ്ട്. നമുക്ക് ആദ്യം ഈ പ്രതിഷേധ പരിപാടി ജനഗണമന ആലപിച്ച് അവസാനിപ്പിച്ചത് കൂടി ഒന്ന് കേൾക്കാം. ദേശീയഗാനം പാടിയാണ് ഗാന്ധി സ്മൃതിയിലെ പ്രതിഷേധ പരിപാടി താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെയും അനുയായികളുടെയും ഒക്കെ പ്രതിഷേധം കാണാം. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരത്തെ ജന്തർ മന്ദറിൽ കണ്ട കാഴ്ച. രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തും ഇപ്പുറവും നിൽക്കുന്ന നേതാക്കളെ നിങ്ങൾ നോക്കൂ. കോൺഗ്രസുകാർ മാത്രമല്ല, ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം ഒരുമിച്ച് ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെ കൊടിയുടെ അടയാള വ്യത്യാസങ്ങളില്ലാതെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി, ഒരു ഭാഗത്ത് കെ സി വേണുഗോപാൽ, ഇതാ എൻ കെ പ്രേമചന്ദ്രൻ, ഒപ്പം തന്നെ എ റഹീം, സന്തോഷ് കുമാർ, അങ്ങനെ നേതാക്കളുടെ നിര പ്രേക്ഷകർക്ക് കാണാം എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധമാണ്. കയ്യിൽ ദേശീയ പതാകയേന്തിയും ഒരു കയ്യിൽ മെഴുകുതിരിയേന്തിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുമാണ് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച നേതാക്കളെത്തിയത്. പല നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നു. രൺദീപ് സുർജേവാലയുടെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും നാളെ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിന് പുതിയ ആർജവം കൈവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ദിവസവും ഈ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് എംപിമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ഉണ്ടാകും. ഈ ഗവൺമെന്റിനെ മുട്ടുമടക്കുന്നതുവരെ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം, വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കുക, അതുപോലെ തന്നെ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ഈ സമരത്തെ പിന്നോട്ട് പോകില്ല. രാജ്യമൊട്ടാകെ ഈ സമരം ആളിപ്പടരുകയാണ്, കത്തിപ്പടരുകയാണ്. ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് മെട്രോ സ്റ്റേഷൻ അടച്ചുപൂട്ടിയും അതുപോലെ തന്നെ ഡൊണാൾഡ് പ്ലേസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളെല്ലാം, ഷോപ്പുകളെല്ലാം ഷട്ടർ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ എങ്ങനെയും അടിച്ചമർത്താമെന്നാണ് അമിത്ഷായും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വിചാരിക്കുന്നത്. ഈ സമരം ഒരിക്കലും ഇത് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹവും പ്രതിപക്ഷ പാർട്ടികളും അതിശക്തമായി തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നാളെ പാർലമെന്റ്